ശ്രീ കേണൽ ഡിന്നി, ഇതുവരെ സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് തിരിച്ചടി കിട്ടിയെന്ന് ഉള്ള ആ സമ്മതം തന്നെയാണ്. അത് ഇതുവരെ പാകിസ്ഥാൻ തുടർന്നു പോന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമുള്ള ഒരു കാര്യമാണ്. ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും ഇന്ത്യ നൽകിയ വലിയ തിരിച്ചടിയെക്കുറിച്ച് അക്കമിട്ട് പറയുന്നത് അതൊരു തെറ്റുതിരുത്തലാണോ, അതോ ഒരു പക്ഷേ ഇനിയും തിരിച്ചടിക്കാനുള്ള തക്കം പാർത്തുകൊണ്ട് അതിനൊരു മുൻകൂർ ജാമ്യം എടുക്കലാണോ? ഏത് തരത്തിൽ വേണം കാണാൻ? എനിക്ക് തോന്നുന്നു ഇത് രണ്ടും ആവാൻ സാധ്യതയില്ല. കാരണം അവരൊരു തെറ്റ് തിരുത്തൽ എന്നുള്ളൊരു നയം പാകിസ്ഥാനില്ല എന്ന് നമ്മൾ ഫസ്റ്റ് കാണും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അതായത് അവരിപ്പം ഉടനെ ഒരു തയ്യാറെടുപ്പ് നടക്കുകയാണോ എന്നും നമുക്ക് കരുതാൻ ആവില്ല. എനിക്ക് തോന്നുന്നു ഇത് മൂന്നാമത്തെ ഒരു കാര്യം, ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ അവരുടെ രാജ്യത്ത് ഒരു കഥ പറയുന്നുണ്ട്. ആ കഥയിൽ ഭാരതം അവരെ സ്ട്രൈക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അവർ വളരെ ധീരമായിട്ടെല്ലാം അതിനെ സ്റ്റോപ്പ് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് തിരിച്ചടിച്ചു എന്നുള്ളൊരു നരേറ്റീവാണ് അവർ പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഷഹീദ് അഫ്രീദിയെ പോലുള്ള ക്രിക്കറ്റേഴ്സ് ഒക്കെ എനിക്ക് ഈ കൊടിയൊക്കെ പിടിച്ചോണ്ട് ഫ്ലാഗിലൊക്കെ പോയി അങ്ങോട്ട് ബൈക്കിലൊക്കെ പോകുന്നുണ്ട്. എന്തിനാന്ന് നമുക്ക് ആർക്കും മനസ്സിലായില്ല. പക്ഷെ അതൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതേപോലെ തന്നെ ഒരു കഥയാണ് അല്ലെങ്കിൽ നരേറ്റീവാണ് അവർ പുറം രാജ്യങ്ങളിലും പറയുന്നത്. അപ്പൊ ആ പർട്ടിക്കുലർ സ്പീച്ച് ഷഹബാസ് ഷെരീഫിന്റെ അതിന്റെ ഒരു ഭാഗത്ത് അവര് അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാണ് ആക്ച്വലി. അതായത് 2 മണിക്ക് എന്നെ രാത്രി എന്നെ ചീഫ് വിളിച്ച് സംസാരിച്ചു, റാവൽപിണ്ടി ഉൾപ്പെടെ മറ്റ് ബേസിലൊക്കെ തകർത്തു, എന്നിട്ട് പിന്നീട് പറയുന്നത് നമ്മൾ അതിനെല്ലാം ഡിഫെൻഡ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. അപ്പം 2-3 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അവർക്ക് എപ്പോഴും എത്ര തിരിച്ചടി കിട്ടിയാലും അവർ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഇപ്പോഴും അവരുടെ പാഠപുസ്തകങ്ങൾ അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന 1971 വലിയൊരു വിജയം വരിച്ച ഒരു രാജ്യമായിട്ടാണ് അവർ പറയുന്നത്. 1965 വലിയ വിജയം വന്നു, 99 കാർഗിൽ യുദ്ധം നടന്നിട്ടേ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കഥകളാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറും അവർ ആ രീതിയിലാണ് കാണുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അവരെന്ത് വേണമെങ്കിലും പഠിപ്പിച്ചോട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. പക്ഷെ നമുക്ക് കാണേണ്ടുള്ളത് പാകിസ്ഥാൻ ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പോ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഡെഫിനറ്റ്ലി നമ്മളൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഡിറ്ററൻസ്, അതായത് തടയൽ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, പാകിസ്ഥാൻ സൈന്യം എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അവർ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും പെട്ടെന്ന് അതിൽ നിന്നുള്ള ഒരു മാറ്റം വരാൻ സാധ്യത കുറവാണ്. താൽക്കാലികമായിട്ട് അവർക്കൊരു തിരിച്ചടി കിട്ടി എന്നുള്ള രീതിയിൽ അവർ കുറച്ച് ചിലപ്പം നിൽക്കും. കാരണം അവർക്കൊരു കാര്യം മനസ്സിലായി, ഭാരതം സൈന്യവും പാകിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള കാപ്പബിലിറ്റി ഡിഫറൻസ് ധാരാളം ഉണ്ട് ഇപ്പോൾ. അപ്പൊ വീണ്ടും ഇതേപോലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ നയം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂർ ഇൻ പ്രോഗ്രസ് ആണ്. അത് പറഞ്ഞതിന് കാരണം തന്നെ ഇതാണ്. അതായത് നിങ്ങൾ ഇനി എന്തെങ്കിലും ഇപ്പൊ ഉടനെ ചെയ്യാനുള്ള പ്ലാൻ ഇടുകയാണെങ്കിൽ ഇതേ കാര്യം തന്നെ ഇപ്പൊ നമ്മൾ ഉടനെ തന്നെ നമ്മൾ തിരിച്ചടി കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടിൽ പാകിസ്ഥാൻ കുറച്ച് നാളത്തേക്കെങ്കിലും കുറച്ച് ഈ ഒരു കാര്യത്തിലേക്ക് മാറി നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ വരും ദിവസങ്ങളിൽ അവർ ഇപ്പോഴേ പ്ലാനിങ് തുടങ്ങിക്കാണും, എങ്ങനെയാണ് ഇനി ഭാരതത്തിന് എവിടെ ഒരു തിരിച്ചടി കൊടുക്കാം. കാരണം ഇത് അവർക്ക് നന്നായിട്ട് അറിയാം, അവർക്കൊരു തിരിച്ചടി കിട്ടിയെന്ന്. അപ്പം ഭാരതവുമായിട്ട് കൺവെൻഷണൽ കാപ്പബിലിറ്റിയിൽ ഒരു പാരിറ്റി കൊണ്ടുവരിക, അതായത് ഒരു താരതമ്യേന വരുമ്പോൾ ഈക്വൽ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അവർ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും. അതിനു വേണ്ടിയുള്ള ഈ ഒരു കാൽക്കുലേഷൻ ഭാരതത്തിനുള്ളവർക്കും അറിയാം. അപ്പൊ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മളും ചെയ്യുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഫുൾ സ്റ്റോപ്പ് ആണ് ഓപ്പറേഷനിൽ, ഇതൊരു കോമ മാത്രമാണ്. വരും ദിവസങ്ങളിൽ ഡിപ്പെൻഡിങ് അപ്പോൺ പാകിസ്ഥാന്റെ ഏത് നിലപാടാണ് അവർ എടുക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ വീണ്ടും ക്ലാഷ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അതിശയം തോന്നണ്ടെന്നാണ്. അതായത് ശ്രീ കേണൽ ഡിന്നി, ആണവ യുദ്ധ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഏഷ്യയിൽ വിലയിരുത്തപ്പെടുന്നു. അത്തരത്തിലുള്ള മാധ്യമ വാർത്തകൾ, ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന വാക്കുകൾക്കകത്തും ആ തരത്തിൽ ആണവ ഭീഷണി ഉയർത്തുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ മടിക്കുകയില്ല, ആ ഭീഷണി ഇവിടെ വേണ്ട എന്ന് പറയുന്നതിനടുത്തും താങ്കൾ ഈ പറഞ്ഞ ആ ഒരു കോമയാണോ? ചില കാര്യങ്ങളൊക്കെ ഇന്ത്യ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്, അത് ഏത് തരത്തിൽ വേണമെങ്കിലുമാകാം എന്നുകൂടിയാണോ? ഇപ്പോൾ ഈ നൂർഖാൻ എയർ സ്ട്രൈക്കിന്റെ കാര്യത്തിനകത്തും ഈ ഒരു ന്യൂക്ലിയർ ആണവായുധ ശേഖരത്തിന് ചോർച്ചയുണ്ടായെന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തുവിടാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് എസ്കലേറ്റ് ചെയ്യുക, ഈ ഒരു ഭയം, ആ ഒരു പൾസ് കൂടി നിലനിൽക്കുന്നുണ്ടോ അന്തരീക്ഷത്തിൽ?
മാം ഇതിനകത്ത് മനസ്സിലാക്കുന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഈ ഒരു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ കാരണം നമ്മൾ ബാക്ക് ഫുട്ടിലായിരുന്നു എപ്പോഴും. അതായത് ഇപ്പം പാർലമെന്റ് അറ്റാക്ക് നടന്നു, ഉടനെ അവർ ന്യൂക്ലിയർ വെപ്പണിനെ കുറിച്ച് പറഞ്ഞു, 1-2 മിസൈലുകൾ ഫയർ ചെയ്യും, ന്യൂക്ലിയർ കാപ്പബിലിറ്റി ഉള്ള രീതിയിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യും. എന്തിന്? ഇപ്പൊ പെഹൽഗാം നടന്നിട്ട് പോലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് അവരുടെ ഒരു മിനിസ്റ്റർ സ്റ്റേറ്റ്മെന്റ് തന്നു, ഞങ്ങൾ ന്യൂക്ലിയർ പവർ ആണ് എന്നുള്ള രീതി. അത് കഴിഞ്ഞിട്ട് അതായത് മെയ് മാസത്തിൽ തന്നെ 2 മിസൈൽ ടെസ്റ്റ് ചെയ്തു, ജസ്റ്റ് ടു ഷോ ദാറ്റ് നമ്മളെ ഇതുണ്ടെന്ന്. പക്ഷെ ഭാരതം ഇപ്പോഴെന്താണ് ചെയ്തത്? ഭാരതം ചെയ്തത് ഈ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ ഉണ്ടായിട്ട് പോലും കൺവെൻഷണൽ എന്നുള്ള, അതായത് സാധാരണ രീതിയിലുള്ള ഒരു യുദ്ധത്തിന്റെ ആ ലെവലിൽ വരാതെ തന്നെ നമ്മൾ അവരെ സ്ട്രൈക്ക് ചെയ്തു. അവരുടെ മെയിൻലാൻഡ് പാകിസ്ഥാൻ പഞ്ചാബ് പ്രൊവിൻസിൽ സ്ട്രൈക്ക് ചെയ്തു. അതിലൂടെ നമ്മൾ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? നിങ്ങൾ ഇനി ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ ചെയ്താലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഫോഴ്സ് ഉപയോഗിക്കും. പണ്ട് ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കാൻ മടിക്കുമായിരുന്നു. അതാണ് മുംബൈ അറ്റാക്കിൽ നടന്നത്. അതാണ് പലപ്പോഴും മുമ്പ് പിന്നീട് ഒക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്ന് മടിക്കുന്നത് കാരണം. പക്ഷെ ആ മടി എനിക്ക് തോന്നുന്നു ഇപ്പം മാറി. അപ്പൊ അത് പാകിസ്ഥാനും അറിയാം. ഇത്രയും നാള് ആ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് നടന്ന ഒരു കാര്യം ഇനി ഇല്ല എന്ന്, ന്യൂക്ലിയറിലേക്ക് പോകാതെ തന്നെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് എന്ന് തെളിയിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധൂർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ നമുക്കൊരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അതായത് ന്യൂക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ മടിച്ച്. ഇപ്പൊ അത് മാറിയോണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോമ എന്നുള്ള കാര്യം പറഞ്ഞത്. ധാരാളം ഓപ്ഷൻസ്, ഓപ്പറേഷൻ സിന്ധൂർ അതിന്റെ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു. ധാരാളം ഓപ്ഷൻസ് ന്യൂക്ലിയറിലൊന്നും പോവാതെ തന്നെ, ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകാതെ തന്നെ ഭാരതത്തിന്റെ ഉണ്ട്. ആ ഓപ്ഷൻസ് ഭാരതം ആവശ്യം വരെയാണെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യും. അത് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനും അറിയാം. പക്ഷെ പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ ഒരു നേച്ചർ ഉണ്ട്, അവരൊരു യുക്തിയുടെ രീതിയിലല്ല ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മടിക്കത്തില്ല. അതിനു വേണ്ടിയുള്ള എനിക്ക് തോന്നുന്നു ആ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഓപ്പറേഷൻ സിന്ധൂർ ഇൻ പ്രോഗ്രസ് എന്നുള്ള പറയാനുള്ള മെയിൻ കാരണം.